മാലിക്കിനെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രകൃതി കാര്യങ്ങൾ പരിസരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അവിടെ എങ്ങനെയായിട്ടൊരു ക്ഷേത്രം വരുന്നുണ്ട്, ഇവിടെ എങ്ങനെയായിട്ടൊരു ക്ഷേത്രം വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ വണ്ടികളിലൊക്കെ ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശിലേക്ക് കയറിയതിന് ശേഷം കാണുന്ന കാഴ്ചകളാണ്. ഈ ചുറ്റുപാടിലൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളുള്ളത് കശ്മീർ ദർഗയിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ നമ്മളെ മൂന്നാക്ക് മമ്പുറം അങ്ങനെയൊക്കെയുള്ള അതേ ടൈപ്പ് ഒരു മക്ബറ വരുന്നൊരു ദർഗാ ഷരീഫാണ് കേട്ടോ, കശ്മീർ ദർഗാ ഷരീഫ്. ഇവിടെയാണ് നമ്മളുള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. ഇവിടെ കണ്ട് മൊത്തത്തിൽ കടകളാണ് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു രാവിലെ വന്നപ്പോൾ. പല ജാതി തുണികളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളുണ്ട്. പല മുട്ടായി കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കിട്ടുന്ന കേട്ടോ. അതിനപ്പുറത്ത് ചെറിയ ബജി കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളാണ്. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് കളിക്കാനായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് പേയ്മെൻ്റാണ് കേട്ടോ. ഓരോ ടീംസ് കൊണ്ടുവന്നിട്ട് വെക്കുന്നതാണ്. ഈ ഒരു വാന് നോക്കിയിട്ടാ ഒരു ജ്യൂസ് ഷോപ്പാണ്. അടിപൊളിയായിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച നമ്മളെ നാട്ടിലങ്ങനെ കണ്ടിട്ടില്ല പോകുന്നുണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ് ബസ്സാണ് ടീ വരുന്നത്. അതിൻ്റെ ഒരു ഷേപ്പ് നോക്കിയിട്ടാ ഫ്രണ്ടൊക്കെ ഇങ്ങോട്ട് മേലെ ഭാഗം കൂർപ്പിച്ച് വെച്ചിട്ട് വെറുതെ ഓണടിക്കുന്നുള്ളതാണ് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്. ഇങ്ങനത്തെ സ്കിന്നൊക്കെ ഉള്ള കോഴികളാട്ടെ നമുക്ക് കിട്ടുക. ഇതുപോലെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതുപോലത്തെ ബിരിയാണി കടകൾ, ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാട്ടെ നമ്മൾ വലിയൊരു ടൗൺ കണ്ടത്. ആന്ധ്രാപ്രദേശിൽ കയറിയിട്ട് ഇത്രയും വലിയ കടകളും കാര്യങ്ങളും ഉള്ള ഒരു ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് കാണുന്നത്. നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇതുപോലത്തെ വിറകുകൾ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വാടക കിട്ടുന്ന കടകളൊക്കെ കണ്ടിരുന്നു, പരിചയപ്പെടാം. നല്ല വെള്ളമുള്ളൊരു സംസ്ഥാനമാണെങ്കിൽ കൂടി ആന്ധ്രാപ്രദേശ് ഇതുപോലെ വെള്ളം മേടിക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് വാഹനങ്ങളിലൊക്കെ വെള്ളം വന്നിട്ട് നിറച്ച് തരും. നമുക്കൊരു ക്യാനിന് 10 രൂപ 15 രൂപ ഇങ്ങനെയൊക്കെയായിട്ട് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ദർഗയിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതുപോലെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ. തമിഴ്നാട്ടിലൊക്കെ കണ്ടിരുന്ന പോലത്തെ ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ 15-20 അങ്ങനെയൊക്കെ റേറ്റ് വരുള്ളൂ. മിക്സഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കോഴി ഷോപ്പ് അവിടെ, അതിൻ്റെ അടുത്തായിട്ട് ഫുഡിൻ്റെ ഷോപ്പ് വേറെ. ഇങ്ങനെ മിക്സ് ആയിട്ടൊന്നും നമ്മളവിടെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ജീവിത രീതികൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ വിറക് അതുപോലെ പാത്രങ്ങളൊക്കെ വാടക കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഏരിയക്കൊക്കെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും അതുപോലെ വാടകയ്ക്ക് ഗ്യാസ് സാധനങ്ങൾ, കയ്യിൽ കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ. കാണുന്നത് ഇവിടുത്തെ ഒരു ഏരിയ ഉണ്ട്, വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ചുരുക്കം പറഞ്ഞാൽ വലിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ കശ്മീരിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അത്രയും ഒരുപാട് കടകളുണ്ട് കേട്ടോ. എല്ലാ സാധനവും ഇവിടെ കിട്ടും. A to Z എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ ഷോപ്പും ഉണ്ട് കേട്ടോ അവിടെ. ഓട്ടോൻ്റെ ഒക്കെ രൂപം ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തത്തിൽ അടച്ചിട്ടുണ്ടാവും. പിന്നെ ഫ്രണ്ടിൽ വലിയ സീറ്റാണ് കേട്ടോ. 2-3 ആളുകൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ സീറ്റാണ് ഫ്രണ്ടിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ദർഗ. നമുക്ക് ആ കുറച്ച് അങ്ങോട്ട് കൂടി പോയി നോക്കിയിട്ട് പിന്നീട് ദർഗയിലേക്ക് കയറാം. ഈ പരിസരം മൊത്തം ഒന്ന് കാണാം. ആന്ധ്രാപ്രദേശിലെ ടൗണാണ് കേട്ടോ ഈ കാണുന്നത്. കശ്മീരിലാണ് നമ്മളുള്ളത്. ഒരു ദർഗ ഉണ്ട് ഇവിടെ. ദർഗൻ്റെ പ്രദേശത്താണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ഇവിടെയും ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു ദർഗ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ബീഡി ഉണ്ടാക്കണത് ഒന്ന് കയറി കണ്ടോക്കിയാലോ. ഇതുപോലെ ബീഡി അവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കണ്ടാണ് ഇതട്ടോ. അതുപോലെ ബീഡി ഉണ്ടാക്കുകയാണ്, നടക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയായിട്ട് അവിടെ ഇങ്ങനെ നടന്നപ്പോൾ ബീഡി കുറ്റി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. അവിടെ തട്ടോ നിറച്ച് ഉണ്ടാക്കിയിട്ട് കെട്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അക്ക എടുത്ത് മടക്കാൻ വേണ്ടിയിട്ട്. ഇനി മടക്കണത് നമുക്കൊന്ന് കാണട്ടോ. അത് കണ്ടാണ് അയക്കാ പൊടിയിട്ടതിന് ശേഷം ചുട്ടാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു നൂലെടുത്ത് കണ്ട് ചുരുട്ടി വെച്ച്
അങ്ങനെ ഈ കാണുന്ന ദർഗാ ഷെരീഫിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇവിടെയാണ് കേട്ടോ ഇവർ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രദേശത്ത് കൂടി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഇതുപോലൊരു ദർഗാ ഷെരീഫ് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് തേങ്ങകളൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് കേട്ടോ ആന്ധ്രാപ്രദേശ്. ഒരുപാട് എന്ന് വെച്ചാൽ ഒരു 20 കൊല്ലം ബാക്കിലെങ്കിലും ആവുമെന്ന് വിചാരിക്കുക. അത്രയും പഴക്കം തോന്നിക്കോട്ടെ ആന്ധ്രാപ്രദേശിൽ എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നിൽ വന്നപ്പോൾ ഒരു ഇരുമ്പിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയിലാണ് ഇത്. നോർമലി നമ്മളെ അവിടുത്തെ അതേപോലെ തന്നെയാണ്, ചെറിയ ഷെഡാണെന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ ഒരു ദർഗ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോയോക്കട്ടോ. ഹസ്താൻ ഈ ഹസ്നൈൻ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഒരു ദർഗൻ്റെ പേരതാണ്. ഇവിടെ കൂടിയാണ് അത് ഇങ്ങോട്ട് കയറാനുള്ള എൻട്രൻസ് വരുന്നത്. കാണുന്ന ദർഗൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്നത്. ഉപ്പുകൾ കൊടുന്ന് ഇങ്ങനെ കൂട്ടിയിടാൻ ഇത് കത്തിക്കുന്നാട്ടോ തോന്നുന്നത്. ഇപ്പോൾ കത്തണമൊന്നും കാണാനില്ല. പിന്നീട് നമ്മൾ ഈ ദർഗയിലേക്ക് പോവാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ദർഗാ ഷെരീഫിൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഫേസ് ലുക്കാട്ടെ നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ ആരെയും അടക്കം ചെയ്തതായിട്ടൊന്നും കാണില്ല. എന്തെങ്കിലും പ്രത്യേക വിശേഷങ്ങളുള്ള ഏരിയകളാവാനാട്ടോ ചാൻസ്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇതുപോലെ ചന്ദനത്തിരി കത്തിച്ചേക്കണ ഒരു സ്ഥലമൊക്കെ കാണാനുണ്ട്. അവിടെ ബാക്കിലായിട്ട് ഒരുപാട് മക്കാം പോലത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലത്തെ ബസ്സുകളാണ് കേട്ടുള്ളത്. പിന്നെ ചെറിയ റോഡാണ് കേട്ടോ. റോഡിൻ്റെ വീതിയൊക്കെ നോക്കി ഇത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ കൂടെ പോവാണ്. ആ ഒരു മക്കാവിൻ്റെ ബാക്കിലായിട്ട് കണ്ടിരുന്ന ഒരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഏരിയക്കാട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനത്തെ ഒരു ഉൾപ്രദേശമാണ്. ഇവിടെ മണലൊക്കെ സുലഭമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. മണലിലാണ് കേട്ടോ പടവും കാര്യങ്ങളൊക്കെ. ഒരു ബായ് ഇത് അവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കണേ. ഹായ്. അവിടുത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ അവിടെ മക്കാമാണെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങനത്തെ അല്ല കണ്ട് ശീലിച്ചിട്ടുള്ളത്. ഇവിടെ വേറൊരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ആരെയും അടക്കം ചെയ്തിട്ടും കാര്യങ്ങളൊന്നും കാണാനില്ല. ഇനി ഇവിടെ ഉണ്ടോയെന്നുള്ളത് നമുക്ക് നോക്കട്ടാ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. നമ്മൾ കണ്ട ദർഗ അതാണ് കേട്ടോ. ദർഗ അല്ല, ആ ഒരു സ്ഥലം അതാണ്. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഈ ഒരു ഏരിയൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്ക് പോയപ്പോൾ അവിടെയും മക്കബറകൾ കാര്യങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടുന്നില്ല ചേട്ടാ. നമ്മളവിടെ തിരിച്ചു പോന്നു. അങ്ങനെ ഏകദേശം കുറച്ചും കൂടി പോയാൽ ഈ ടൗണിൻ്റെ തുടക്കമാണ് കേട്ടോ. അവിടെ നിന്ന് കാണാനൊന്നുമില്ല. ഇവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് ഉള്ളത്, ഇങ്ങനത്തെ മക്കബറകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഈ ഒരു ഏരിയയിലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ഒരു മരമുണ്ട്, മരത്തിനോട് ഇങ്ങനെ ചെയ്ത് വെച്ച് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം മക്കബറിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ആ കാണുന്ന മിനാരാണ് കേട്ടോ മക്കബറ. അങ്ങോട്ട് ഉള്ളിലേക്ക് ഉണ്ട്. ഇവിടെ ഒന്നും കബറുകൾ കാണാനില്ല കേട്ടോ. ഇവിടെ ഓരോ സങ്കല്പ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോന്നിനെങ്ങനെ കാണാന്നുള്ളതാണ് എന്നാണ് തോന്നുന്നത്. ഇതും അതേപോലെ ഒരു മരത്തിൻ്റെ ചോട്ടാണ് കേട്ടോ. ഇവിടേക്ക് കയറി നോക്കുമ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനാണ് കേട്ടോ. ഒരു ചന്ദനത്തിരി കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ട് ഇവിടെ പോയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകൾ കിടക്കുന്നതായിട്ടുണ്ട്. പിന്നീട് ഹൈലൈറ്റ് ആക്കിയത് ഇതാണ്. ഇതൊരു പ്രാവും കൂടാളാണ് കേട്ടോ മൊത്തത്തിൽ. ഈ ഒരു വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ MVD ഫൈൻ ഇടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയട്ടാ. വെള്ളം തട്ട പോണേ, കുടിവെള്ളം. നമ്മളങ്ങനെ കശ്മൂർ ദർഗൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു എപ്പിസോഡ് വേറെ ആക്കിയിട്ട് ചെയ്യുക. വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നതിനാൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ചിത്രീകരണത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മളെ യാത്രയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അതാണ്. വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.